മെഷീനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ചിന്ത, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, ഇതാണ് ഇന്ന് ലളിതമായി പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു ഇതിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ ഒരു കാലാവസ്ഥാ പ്രവചനം നടത്താൻ പോവാണ്. തിങ്കളാഴ്ച നിങ്ങൾക്ക് വളരെ മഴയുള്ള ഒരു ദിവസമാണ്, നമുക്ക് അതിനെ ക്ലൗഡി എന്ന് വിളിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസത്തിലെയും കാലാവസ്ഥയുടെ രീതി എന്താണെന്ന് മനസ്സിലാക്കുന്നു. ട്യൂസ്ഡേയും ഇവിടെ ക്ലൗഡിയാണ്, വെനസ്ഡേ സണ്ണിയാണ്, മഴയൊന്നുമില്ല, അത്യാവശ്യം വെയിലൊക്കെ അറച്ചിട്ടുള്ള ദിവസമാണ്, അതുകൊണ്ട് നമുക്ക് സണ്ണി എന്ന് വിളിക്കാം. സിമിലർലി തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേയും ക്ലൗഡിയാണ്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. സാറ്റർഡേ, അതിന്റെ അടുത്ത ദിവസം സണ്ണി ആയിരിക്കോ ക്ലൗഡി ആയിരിക്കോ? നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ മനസ്സിൽ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ക്ലൗഡി എന്നുള്ള ഉത്തരമായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. എന്തുകൊണ്ട് ക്ലൗഡി വന്നു എന്ന് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. പ്രധാനമായിട്ടും അതിന്റെ പിന്നിൽ നടക്കുന്ന ചിന്ത എന്താണെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് അത് റിമെമ്പർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ ഈ ഡാറ്റ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? കൂടുതലും മഴയാണ് പെയ്തത് എന്നുള്ളൊരു ട്രെൻഡാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനെ നമുക്ക് റിമെമ്പർ എന്ന് പറയാം. അപ്പൊ എന്താണ് ഇവിടെ റിമെമ്പർ ചെയ്യുന്നത്? ഇറ്റ് റെയിൻ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ചയിൽ കൂടുതലും മഴയാണ് പെയ്തത് എന്നുള്ളൊരു ഓർമ്മയാണ് നമുക്ക് ആദ്യം തന്നെ ഈ ഡാറ്റ കാണുമ്പോൾ ഉണ്ടാവുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ആ മനസ്സിലാക്കിയ ഡാറ്റയിൽ നിന്നും നമ്മളൊരു ഫോർമുല, ഒരു പൊതു നിയമം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്താണ്? ഐ തിങ്ക് ഇറ്റ് റെയിൻസ് മോസ്റ്റ് ഓഫ് ദ ടൈം. കൂടുതൽ സമയം മഴയാണ് പെയ്തത് എന്നുള്ളൊരു പൊതു തത്വത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു കോമൺ ഫോർമുലേഷനിലേക്കാണ് നിങ്ങൾ എത്താൻ ശ്രമിക്കുന്നത്. പിന്നെ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പുതിയൊരു ഡാറ്റ കിട്ടുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പുതിയൊരു ഡാറ്റ ഞാൻ തന്നു, അടുത്ത സാറ്റർഡേ സണ്ണി ആയിരിക്കോ ക്ലൗഡി ആയിരിക്കോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലും പറയാനുള്ള സാധ്യത മഴ ദിവസമായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രഡിക്ഷൻ എന്തായിരിക്കും? ഇറ്റ് വിൽ പ്രോബബ്ലി റെയിൻ. ഈ രീതിയിലാണ് ഇതിന്റെ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഒന്ന് അനലൈസ് ചെയ്യാം എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നുള്ളത്. ഹ്യൂമൻസ് ചിന്തിക്കുന്നത് എങ്ങനെയാണ്? വി റിമെമ്പർ പാസ്റ്റ് സിറ്റുവേഷൻ ദാറ്റ് വാസ് സിമിലർ. ഒരേപോലെയുള്ള സിറ്റുവേഷൻസിനെ നമ്മൾ ഓർത്തു വെക്കുന്നു. അതിനെ അടിസ്ഥാനമാക്കി നമ്മളൊരു ജനറൽ റൂൾ ഫോർമുലേറ്റ് ചെയ്യുന്നു. മൂന്നാമതായിട്ട് ആ റൂളിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു പ്രിഡിക്ഷൻ നടത്തുന്നു. ഈ മെഷീൻസ് എങ്ങനെയാ ചിന്തിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. മെഷീൻ ഈ പറഞ്ഞ 3 സ്റ്റെപ്പും ബാധകമാണ്. ആദ്യത്തേത് റിമെമ്പർ ചെയ്യുക. ഇപ്പൊ എവിടെ റിമെമ്പർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ റിമെമ്പർ ചെയ്യുന്ന ഒരു രീതിയല്ല അവിടെ ചെയ്യുന്നത്. അവിടെ എന്താണ്? കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരുപാട് ഡാറ്റയാണ്. അപ്പൊ ആ ഡാറ്റയിൽ സെർച്ച് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ റിമെമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ കൊടുത്ത ഡാറ്റയിൽ, ഇവിടെ കൊടുത്ത ഡാറ്റ എന്ന് പറഞ്ഞു ഓരോ ദിവസവും എന്താണ് കാലാവസ്ഥ എന്നുള്ളതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റ. അപ്പൊ ആ ഡാറ്റയെ കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കൂടുതൽ എന്താണ് ആ ഡാറ്റയിൽ ഉള്ളതെന്ന് മനസ്സിലാക്കുകയാണ് ഇവിടെ റിമെമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഫോർമുലേറ്റ് ചെയ്യുക. ആ ഡാറ്റ നോക്കുമ്പോൾ മെഷീനും എന്ത് സംഭവിക്കുന്നു? ഏതെങ്കിലും രീതിയിലുള്ള റൂൾസ്, ഫോർമുലാസ്, ട്രെൻഡ്സ്, പാറ്റേൺസ് ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നു. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നു? അത് കണ്ടെത്തിയ ട്രെൻഡ്, പാറ്റേൺ അനുസരിച്ചിട്ട് അതൊരു പ്രിഡിക്ഷൻ നടത്തുന്നു. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമൻസ് ആയിട്ട് ഒരുപാട് സിമിലാരിറ്റി ഉണ്ട് പ്രോസസ്സിൽ. പക്ഷേ നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽ സ്റ്റെപ്പിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി വ്യത്യാസമുണ്ട്. നമ്മൾ ഇതിന്റെ കൂടുതൽ വ്യത്യാസങ്ങൾ മെഷീൻ ലേണിംഗിൽ തന്നെ ഡീപ് ഡൈവ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നതാണ്. കാരണം ഹ്യൂമൻസിന് ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. മെഷീനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല. അതിന് കുറച്ച് പ്രൊസീജിയർ കാര്യങ്ങളുണ്ട്. നമ്മളൊരു ഇൻട്രൊഡക്ഷൻ സെഷൻ എന്നുള്ള രീതിയിൽ അതുകൊണ്ട് ഞാൻ അത്തരം കോൺസെപ്റ്റിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. എങ്ങനെയാണ് മെഷീൻ ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ നോക്കാം. ഇവിടെ നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ജിമെയിലിന്റെ എക്സാമ്പിൾ ആണ്. ജിമെയിലിൽ തന്നെ നിങ്ങൾക്ക് അറിയാം പല ഫോൾഡേഴ്സ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട മെയിലുകളെല്ലാം തന്നെ ഒരു പ്രധാനപ്പെട്ട ഫോൾഡറിലേക്ക് പോകുന്നു, മെയിൻ ഫോൾഡർ. പിന്നെ നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള ജങ്ക് ആയിട്ടുള്ള കുറെ മെയിലുകൾ ഉണ്ടാവും. അതിനെ നമ്മൾ സ്പാം ഫോൾഡറിലാണ് കൂടുതലും കാണുക. സ്പാം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടാത്തത്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തത്, അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള മെയിലുകളെയാണ് സ്പാം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു മെയില് പുതിയതായിട്ട് വരുവാണെങ്കിൽ അത് ഹാം ആണോ സ്പാം ആണോ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാനുള്ള അൽഗോരിതത്തെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, പുതിയൊരു മെയിൽ നിങ്ങളുടെ ഇൻബോക്സിലേക്ക് വരികയാണ്. അത് സ്പാം ആണോ ഹാം ആണോ? ഹാം എന്ന് പറഞ്ഞാൽ സ്പാമിന്റെ ഓപ്പോസിറ്റ്, അതായത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മെയിൽ എന്നുള്ള അർത്ഥത്തിലാണ് ഹാമിനെ എടുക്കുന്നത്. ഇതൊരു മെഷീൻ ലേണിംഗ് അൽഗോരിതം വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ഡാറ്റ വേണം. സോ നിങ്ങളുടെ മെഷീൻ ലേണിംഗ് അപ്രോച്ചിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഡാറ്റ എടുക്കുന്നു. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ടോട്ടൽ 50 മെയിൽസ് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഡാറ്റയിൽ. അതിൽ തന്നെ 40 എണ്ണം യൂസ്ഫുൾ ആയിട്ടുള്ള മെയിലാണ്, 10 എണ്ണം സ്പാം ആണ്.
ഈ ഡാറ്റ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നു. കമ്പ്യൂട്ടർ എന്താ ചെയ്യുന്നത്? കമ്പ്യൂട്ടർ ഈ ഡാറ്റ മുഴുവൻ സെർച്ച് ചെയ്യുന്നു. അതാണ് നമ്മൾ റിമെമ്പർ ചെയ്യാന്ന് കുറച്ച് മുമ്പ് പറഞ്ഞത്. എന്നിട്ട് അത് പൊതു നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. എന്താണ് പൊതു നിയമം ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? ആ 10 സ്പാം മെയിൽ നോക്കിയപ്പോൾ അതിന് മനസ്സിലായി 3 എണ്ണത്തിൽ ബൈ ആൻഡ് വിൻ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുകളുണ്ട്. 7 എണ്ണത്തിൽ അറ്റാച്ച്മെന്റ് ലാർജർ ദാൻ 50 KB ആണ്. 5 എണ്ണത്തിൽ സെൻഡർ അൺനോൺ ആണ്. ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള കുറച്ച് സ്പാം ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് റൂൾസ് അല്ലെങ്കിൽ പൊതു തത്വങ്ങൾ കമ്പ്യൂട്ടർ സ്വയം മനസ്സിലാക്കുന്നു. നിങ്ങൾ പുതിയതായിട്ട് ഒരു ഡാറ്റ കൊടുക്കുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യുക എന്താണ്? ഈ റൂൾസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നു കമ്പ്യൂട്ടർ. അതായത് ബൈ ആൻഡ് വിൻ എന്ന് പറയുന്ന വാക്കുകളുണ്ടോ, അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് കൂടുതലാണോ, അതല്ലെങ്കിൽ സെൻഡർ ആണോ, ഇത് എന്ത് വേണമെങ്കിലും ആവാം. നമ്മൾ 3 ഉദാഹരണം എടുത്തുന്നുള്ളൂ. ഇങ്ങനെ എന്ത് രീതിയിലുള്ള ട്രെൻഡും കമ്പ്യൂട്ടറിന് കണ്ടെത്താം. അതിനനുസരിച്ച് പുതിയതായിട്ടുള്ള ഒരു പ്രെഡിക്ഷൻ നടത്തുന്നു. പ്രെഡിക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സാധ്യത മാത്രമാണ് അവിടെ പറയുന്നത്. പുതിയതായിട്ടൊരു മെയിൽ വരുമ്പോൾ അത് ഹാം ആവാനുള്ള സാധ്യത എത്ര, അല്ലെങ്കിൽ സ്പാം ആവാനുള്ള സാധ്യത എത്ര. ഇവിടെ സ്പാം എന്നുള്ളത് 1 എന്ന് കൊടുത്തിരിക്കുന്നതിന്റെ 100% പ്രോബബിലിറ്റി ആണ്. 0 എന്ന് പറഞ്ഞാൽ സ്പാം ആവാതിരിക്കാനുള്ള സാധ്യത. അതുകൊണ്ടാണ് 0% ആയിരിക്കും അതിന്റെ പ്രോബബിലിറ്റി. അപ്പൊ നമ്മൾ പ്രെഡിക്ഷൻ നടത്തുന്നത് ഫൈനലി നമ്മളൊരു പ്രോബബിലിറ്റി ആണ്. ഈ രീതിയിലാണ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് വർക്ക് ചെയ്യുന്നത്.